കോക്രോച്ച് ജനതാ പാർട്ടി ആം ആദ്മി പാർട്ടി 2.0 എന്ന് ബി.ജെ.പി. ഐ.ടി. സെൽ മേധാവി അമിത് മാളവിയ, സി.ജെ.പി. നേതാവ് അശുതോഷ് രംഗയുടെ ആം ആദ്മി പാർട്ടി ബന്ധം തെളിയിക്കുന്ന ചിത്രങ്ങൾ അമിത് മാളവിയ പുറത്തുവിട്ടു. അശുതോഷ് രംഗ അരവിന്ദ് കെജ്രിവാളിന് ഒപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അശുതോഷ് രംഗയെ പുകഴ്ത്തിയ മാധ്യമപ്രവർത്തകൻ രാജ്ദീപ് സർദേശായിക്കും വിമർശനം. അതേസമയം തന്നെ ജന്തർ മന്ദറിൽ വീണ്ടും സംഘർഷം സൃഷ്ടിക്കുകയാണ് സമരക്കാർ. വിവരങ്ങളുമായി ആദർശ് ടി.എസ്. ചേരുകയാണ്. ആദർശ്, ഈ ആം ആദ്മി പാർട്ടി 2.0 ഒരു ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടി പൊളിഞ്ഞെടുങ്ങുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ അവർ നടത്തിയ ഒരു നീക്കത്തിന്റെ ഫലമാണ് ഈ പാറ്റകളുടെ പാർട്ടി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ബ്രേക്ക് ചെയ്യപ്പെടുന്ന വാർത്ത. എന്തായാലും അമിത് മാളവിയുടെ പ്രതികരണം അത് എങ്ങനെ എത്രത്തോളം നിർണായകമാകും? രാഖി, അമിത് മാളവിയ തൻ്റെ എക്സ് പോസ്റ്റിലാണ് ഈ മാധ്യമപ്രവർത്തകൻ രാജ്ദീപ് സർദേശായിയുടെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കൃത്യമായിട്ടും അദ്ദേഹം ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വക്താവിൻ്റെ ആം ആദ്മി പാർട്ടി ബന്ധം അതാണ് ഈ മാധ്യമപ്രവർത്തകൻ രാജ്ദീപ് സർദേശായി മറച്ചു വയ്ക്കുന്നത്. ഒരു മാധ്യമപ്രവർത്തകൻ എന്തിനിങ്ങനെ സത്യം ഒളിച്ചു വയ്ക്കുന്നു എന്നുള്ള ചോദ്യം അമിത് മാളവിയുടെ ഭാഗത്ത് നിന്ന് ഉയരുമ്പോഴാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രീയമായി വലിയ തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ആ പാർട്ടിയോട് ബന്ധമുള്ള, പ്രത്യേകിച്ച് ഡൽഹിയിൽ മുഖ്യമന്ത്രിയായിരുന്ന ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളുമായി ഏറെ അടുപ്പമുള്ള അഭിജിത് ദീപ്കെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള ഒരു പ്രചാരണം സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്നു. ആ പ്രചാരണം ഏറ്റുപിടിച്ചുകൊണ്ട് മറ്റു ചിലർ കൂടി രംഗത്ത് വരുന്നു. അപ്പോൾ അതെല്ലാം ആം ആദ്മി പാർട്ടിയുടെ തന്നെ മറ്റൊരു മുഖമായി ഈ കോക്രോച്ച് ജനതാ പാർട്ടി മാറുന്നു എന്നുള്ള ഒരു കാഴ്ച അതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെയാണ് രാജ്ദീപ് സർദേശായിയെ പോലെ തഴക്കവും പഴക്കവുമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ഈ സത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കളെയും വക്താവിനെയും ഒക്കെ വെള്ള പൂശുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അമിത് മാളവിയ തൻ്റെ എക്സിൽ കുറിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏറെ ഗൗരവമുള്ളതും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതുമാകുന്നത്. ഈ ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന പാറ്റാക്കൂട്ടമാകട്ടെ ഇപ്പോഴും അവരുടെ അക്രമ പ്രവർത്തനങ്ങൾ തുടരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. പോലീസ് കടുത്ത നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ജന്തർ മന്ദറിൽ സമരമിരിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ പലയിടങ്ങളിലും അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. രാഖി, ആദർശ, അതോടൊപ്പം തന്നെ നേരത്തെ ഈ NIA അന്വേഷണ ഹർജിയൊക്കെ വന്നപ്പോഴേ ആ ഹർജിയിലെ തീരുമാനത്തിനെതിരെയൊക്കെ കലാപത്തിന് പിന്തുണ നൽകിയവർ രംഗത്ത് എത്തിയപ്പോൾ ആ കൂട്ടത്തിൽ രാജ്ദീപ് സർദേശായിയും ഉണ്ടായിരുന്നു. അതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണമല്ലോ, അല്ലേ? രാഖി, ചില മാധ്യമപ്രവർത്തകർ, പ്രത്യേകിച്ച് രാജ്ദീപ് സർദേശായിയെ പോലുള്ളവരൊക്കെ അവർ നിഷ്പക്ഷ മാധ്യമപ്രവർത്തകരെന്ന് അവകാശപ്പെടുകയും അവർ കൃത്യമായ പക്ഷം പിടിച്ചുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളും അവരുടേതായ രാഷ്ട്രീയ നിലപാടുകളുമൊക്കെ കാണിക്കുന്നു എന്നുള്ളതും നമ്മൾ ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. കാരണം അവർ പലപ്പോഴും ഇത്തരത്തിലുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയെ പോലുള്ള അരാഷ്ട്രീയവാദ അരാജകത്വ നിലപാട് സ്വീകരിക്കുന്നത്, ഒപ്പം തന്നെ രാഖി ചൂണ്ടിക്കാട്ടിയതുപോലുള്ള ചില പ്രത്യേക കേസുകളിൽ അവരുടെയൊക്കെ ചില പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റം, ഇതൊക്കെ ഇത്തരത്തിലുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകൻ, തഴക്കവും പഴക്കവുമുള്ള മാധ്യമപ്രവർത്തകൻ എന്ന് അവകാശപ്പെടുന്ന രാജ്ദീപ് സർദേശായിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ബി.ജെ.പി. ഐ.ടി. സെൽ മേധാവി അമിത് മാളവിയ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ എക്സിൽ കുറിച്ചിരിക്കുന്ന ഈ ഒരു വാചകങ്ങളിലൂടെ രാജ്ദീപ് സർദേശായി എന്ന മാധ്യമപ്രവർത്തകന്റെ ഇരട്ടത്താപ്പിനെ തന്നെ തുറന്നു കാട്ടുന്നത്. രാഖി, ശരി ആദർശ്. കോക്രോച്ച് ജനതാ പാർട്ടി AAP 2.0 എന്നാണ് ബി.ജെ.പി. ഐ.ടി. സെൽ മേധാവി അമിത് മാളവിയ പറഞ്ഞത്. സി.ജെ.പി. നേതാവ് അശുതോഷ് രംഗയുടെ ആം ആദ്മി പാർട്ടി ബന്ധം തെളിയിക്കുന്ന ചിത്രങ്ങളും അമിത് മാളവിയ പുറത്തുവിട്ടിട്ടുണ്ട്. അശുതോഷ് രംഗ അരവിന്ദ് കെജ്രിവാളിനൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്ത് വന്നിട്ടുണ്ട്. ആദർശ് ടി.എസ്. ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.